everyone, welcome back. Hope you are doing good and great. So ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആണ്. അപ്പോൾ ഞാൻ കുറച്ച് സാധനങ്ങൾ ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് റൂം ഡെക്കർ ഐറ്റംസ് ആണ്. സോ എല്ലാത്തിൻ്റെയും പ്രൈസ് ഞാൻ മെൻഷൻ ചെയ്യാം. അപ്പോൾ എല്ലാ സാധനങ്ങളും എനിക്ക് കിട്ടിയിട്ടില്ല, ഡെലിവേർഡ് ആയിട്ടില്ല. സോ ഇന്ന് കിട്ടിയൊരു സാധനമാണ് ഞാൻ അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എല്ലാ സാധനങ്ങളും കിട്ടി ഒരുമിച്ച് അൺബോക്സ് ചെയ്യാമെന്ന് വെച്ചാൽ അത് നടക്കുന്ന കാര്യമില്ല. കാരണം നമുക്ക് എന്തെങ്കിലും റിട്ടേൺ ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡേറ്റ് കഴിഞ്ഞ് പോകും. സോ ഞാൻ വിചാരിച്ചു ഓരോന്ന് നമുക്ക് കിട്ടുന്നതിനനുസരിച്ച് അൺബോക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ഇന്നൊരു സാധനം കിട്ടിയിട്ടുണ്ട്, എന്താണെന്ന് എനിക്കറിയില്ല, അതിൻ്റെ പുറത്ത് നെയിമും ഇല്ല. സോ ഇതാണ് ഐറ്റം. സോ ലെറ്റ്സ് അൺബോക്സ് ഇറ്റ്. സാധനം മനസ്സിലായി ഗൈസ്. സോ സാധനം വന്നിട്ട് ഫെയറി ലൈറ്റ്സ് ആണ്. ഇതിൻ്റെ പേര് ഫെയറി ലൈറ്റ്സിനെന്ന് അറിയില്ല. ഇതാണ് നമ്മുടെ സാധനം. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 150 റുപ്പീസാണ്. സോ നമുക്കിത് വർക്കിംഗ് ആണോ എങ്ങനെയാണെന്ന് നോക്കാം. വീഡിയോയിൽ കണ്ടതുപോലെ നല്ല അടിപൊളി സാധനമാണ്. 150 റുപ്പീസിന് എന്തായിട്ടും വേർത്തായിട്ടുള്ള റൈറ്റ്സ് ആണ്. സോ ഇതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ ഞാൻ ലിങ്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ ബാക്കി സാധനങ്ങൾ വന്നതിന് ശേഷം നമുക്ക് റൂം മേക്ക് ഓവർ ചെയ്യാനുണ്ട്. സോ അതിൻ്റെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. ഇതിന് മുമ്പത്തെ ഒരു സാധനം ഞാൻ അൺബോക്സ് ചെയ്യുന്ന സമയത്ത് മെൻഷൻ ചെയ്തതുപോലെ നമുക്ക് എല്ലാ സാധനവും വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്നാൽ നമുക്ക് റിട്ടേണിൻ്റെ ടൈമൊക്കെ കടന്നു പോകും. അതുകൊണ്ട് ഞാൻ ഓരോ സാധനം വരുന്നതിനനുസരിച്ചാണ് അൺബോക്സിങ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അൺബോക്സ് ചെയ്ത സാധനം യെസ്റ്റർഡേ ആണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് 2 സാധനം വന്നിട്ടുണ്ട്. സോ നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. ഈ സാധനം കാണുമ്പോൾ തന്നെ എനിക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ട് എന്താണ് വന്നിട്ടുള്ളതെന്ന്. സോ നമുക്ക് എന്തായാലും അൺബോക്സ് ചെയ്ത് നോക്കാം. അത്യാവശ്യം നല്ലൊരു അടിപൊളി പാക്കേജിൽ തന്നെയാണ് ഇത് വന്നിട്ടുള്ളത്. സോ ഇതാണ് നമ്മുടെ സാധനം. അപ്പോൾ വൈറ്റ് വാൾപേപ്പറാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 150 റുപ്പീസ് ആണെന്നാണ് എൻ്റെ ഒരു നിഗമനം. 143 റുപ്പീസാണ്. ഇതെല്ലാം കൂടിയിട്ട് ഞാൻ എൻ്റെ റൂം ഡെക്കർ ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ് വീഡിയോ. സോ സാധനം അടിപൊളിയാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ സൈസൊന്നും നോക്കാണ്ടാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ എന്താവുന്നൊരു ഐഡിയ ഇല്ല. സോ ലെറ്റ്സ് സീ. അപ്പോൾ നമുക്ക് അടുത്ത സാധനം അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് സാധനം വന്നിട്ട്. ഇതിൻ്റെ പാക്കേജിങ് എനിക്ക് അത്ര ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല. ഭയങ്കര മെസ്സി ആയിട്ടാണ് പാക്കേജ് ഉള്ളത്. സോ നമുക്ക് അൺബോക്സ് ചെയ്യാം. സോ ഗൈസ്, ഇതാണ് നമ്മുടെ സാധനം. നമുക്ക് നോക്കാം. അൺബോക്സിംഗ് ഒക്കെ ഭയങ്കരമായിട്ട് ഉടഞ്ഞിട്ടൊക്കെയാണ് ഇരിക്കുന്നത്. സോ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ക്യൂട്ട് മിനി ക്യാൻഡിൽസ് ആണ്. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ ഓർഡർ ചെയ്തതാണ്. സോ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 200 റുപ്പീസാണ്. ഇതേപോലത്തെ 4 എണ്ണമാണ് ഒരു പാക്കേജിൽ വന്നിട്ടുണ്ടായിരുന്നത്. സോ ഇത് അത്യാവശ്യം വേർത്തായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഇതിനു മുമ്പ് ക്യാൻഡിൽസ് ഒന്നും വാങ്ങിയിട്ടില്ല. സോ ഐ ഡോണ്ട് ഹാവ് എനി ഐഡിയ. നമുക്ക് എന്തായാലും കത്തിച്ചിട്ടൊക്കെ പിന്നെ നോക്കാം റൂം ഡെക്കർ ചെയ്യുന്ന സമയത്ത്. സോ ഇതാണ് ആ 4 ക്യൂട്ട് മിനി ക്യാൻഡിൽസ്. ഇതിൻ്റെ പുറത്തത്തെ പാക്കേജ് ഭയങ്കര മെസ്സി ആയിട്ടാണെങ്കിലും ഇതേപോലത്തെ ബബിൾ റാപ്പറിലൊക്കെ വെച്ചിട്ടാണ് ക്യാൻഡിൽ ഇതായിട്ടുള്ളത്. അതുകൊണ്ട് ഇതിന് വലിയ ഡാമേജും കാര്യങ്ങളൊന്നും ഇല്ല. സോ ഇതുവരെ ഞാൻ അൺബോക്സ് ചെയ്ത ഒരു സാധനം ഞാൻ റിട്ടേൺ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല. സോ നമുക്ക് അടുത്ത സാധനം ഇനി വരാനുള്ളതൊരു ഹാങ്ങിങ് സ്റ്റാൻഡാണ്. സോ അത് വന്നതിന് ശേഷം അൺബോക്സ് ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ വീഡിയോ കൂടെ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യും. സോ സാഡ് ദാറ്റ് ഞാൻ ഓർഡർ ആക്കി വൈറ്റ് വാൾപേപ്പർ എൻ്റെ എൻ്റെ സ്റ്റഡി ടേബിളിൻ്റെ സെയിം സൈസ് അല്ല. സോ ഇതേപോലത്തെ ഒന്നും കൂടെ ഓർഡർ ചെയ്താൽ എൻ്റെ ടേബിളിന് കറക്റ്റ് ആവുള്ളൂ. ബാഡ് ലക്ക് ഗൈസ്. എൻ്റെ റൂമിൽ 2 ടേബിളാണ് ഉള്ളത്. ഇത് ബാക്കി ബാലൻസ് വരികയാണെങ്കിൽ 2 ടേബിളിലും കൂടെ സെറ്റാക്കാമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ ഒരു ടേബിളിന് തന്നെ തികയൊന്നുമില്ല ഗൈസ്. വാട്ട് ക്യാൻ ഐ ഡു?
സോ സാഡ്. ഹലോ, സോ നമ്മുടെ അടുത്ത പ്രോഡക്റ്റ് വന്നിട്ടുണ്ട്. സോ നമുക്കതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതാണ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത്. പക്ഷേ ഇതിൻ്റെ പാക്കേജിംഗ് ഒക്കെ ഭയങ്കര ഒരു മെസ്സാണ്. ഇതാ എലി കരണ്ടത് പോലെയുണ്ട് ഇതൊക്കെ കാണുമ്പോൾ. ഇതാണ് ഇതിൻ്റെ പാക്കേജിങ്ങിൻ്റെ കോല വന്നത്. സോ നമുക്ക് എന്തായാലും ഓപ്പൺ ചെയ്ത് നോക്കാം. സോ ഇതാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ള ഒരു സാധനം എന്ന് പറയുന്നത്. പക്ഷെ ഞാൻ കുറച്ചും കൂടെ വലിപ്പം പ്രതീക്ഷിച്ചു. ഐ തിങ്ക് ദിസ് ഈസ് ടു സ്മോൾ. സോ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 150 റുപ്പീസിനാണ്. എന്തായാലും 150 റുപ്പീസിന് വേർത്തായിട്ടുള്ളൊരു സാധനം ആണ് എന്നാണ് എൻ്റെ ഒരു നിഗമനം. സോ ഞാൻ ഈ പ്രൊഡക്ട്സ് ഒക്കെ വാങ്ങിയിട്ടുള്ളത് ആമസോൺ, ഫ്ലിപ്കാർട്ടിനൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഏതെങ്കിലും ലിങ്ക് കാണുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, ഞാൻ ലിങ്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ ഇത്രയേ ഉള്ളൂ. Please do share and subscribe. Thank you for watching.